പുറം ലോകത്തിലേക്ക് നോക്കിക്കേ, ഇന്ന് എന്നാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരിടത്ത് ഇന്ന് കണ്ടില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സാക്ഷി രൂപീകരിക്കുന്ന ആരാ? ഒരു കാലത്ത് ഗാന്ധിജിയൊക്കെ വലിയ വലിയ പ്രതീകമായി നിന്നിരുന്നപ്പോ ആത്മാവിൽ നിറഞ്ഞു നിന്ന ലോകത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി ജീവിക്കണമെന്ന ചിന്ത ഉള്ളിൽ കുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്തിന് ഹീറോകളായിട്ട് നിൽക്കുന്ന ഗുണ്ടകളാ. കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ നിങ്ങൾ? 50 ക്രിമിനൽ കേസിലൊക്കെ പ്രതിയായിട്ട് അകത്ത് പോയി, ലഹരിക്കടിപ്പെട്ട് അകത്ത് പോയ ആളെ ജയിലിന് പുറത്തു വന്നപ്പം സ്വീകരിക്കാനായി നൂറുകണക്കിന് ആളുകൾ ആഘോഷമാക്കുകയാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വീരാരാധന വരികയാണ്. അതായത് ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. കൊട്ടേഷൻ രംഗത്തിൽ പോയി അതിനത് പെട്ടുകഴിഞ്ഞാൽ അത് കേമമാണെന്ന് പറയുന്ന രീതിയിലുള്ള സിനിമകൾ ഇറങ്ങുന്നു. ഇലുമിനാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ സിനിമകള് അടുത്ത കാലത്ത് ഇറങ്ങിയത് മുഴുവൻ അടിയും ഇടിയും തൊഴിയും കുടിയുമാണ്. എല്ലാം ബാറിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങള്. ഇരുട്ടല്ലേ ഇത്? ഇതിന്റെ അകത്ത് പോയി തിയേറ്ററിൽ ഇരുട്ടിനകത്ത് ഇരുന്നുകൊണ്ട് വെള്ളിത്തിരി തിരിയുന്ന ഈ ഭയങ്കരമായ ക്രിമിനൽസിനെ കണ്ടിട്ട് അവരെ പോലെ ആകണമെന്നാണ് വിചാരിക്കുന്ന കുഞ്ഞുങ്ങൾ വിചാരിച്ചു പോയി എന്ത് ചെയ്യും? കോട്ടയം സംഘത്തിൽ നിന്നും പോയാൽ 1.5 ലക്ഷം രൂപ കിട്ടും. 1.5 ലക്ഷം രൂപ കിട്ടും. അപ്പൊ അതിന്റെ കൂടെ ഇച്ചിരി കഞ്ചാവ് അടിച്ചു കഴിയുമ്പോൾ ആരെയും കൊല്ലാൻ പ്രശ്നമില്ല. അല്പം ലഹരി അകത്തി കൊല്ലാൻ പ്രശ്നമില്ല. നേതാവ് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യും. പക്ഷേ ചിന്തിക്കുന്നുണ്ട്, ഇവൻ 1.5 ലക്ഷം രൂപ കിട്ടിക്കഴിയുമ്പോൾ ഇവനെ ചികിത്സിക്കാൻ പിന്നീട് 10 ലക്ഷം രൂപ ചിലവാക്കേണ്ടി വരും. പോലീസിന്റെ പിടിയിലാവും. പിന്നെ ഇവൻ കോടതിയിലാവും. ജീവിതകാലം ശിക്ഷ അനുഭവിക്കും. ആരെയും പറഞ്ഞു കൊടുക്കുന്ന ഈ പിള്ളേർക്ക്? നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ഈ വക ജാഹചര്യങ്ങൾ ഇത് ചുറ്റുപാടുകളിലുണ്ട്. ഇന്ന് എന്തിനാ അടിസ്ഥാനം? ലഹരി. എവിടുന്നാ ഇത് വരുന്ന? മദ്യം ഒഴുകുകയല്ലേ ഭയങ്കരമായി. ഇപ്പൊ സംഭരം ഭയങ്കര കോഴ വിവാദം വന്നില്ലേ? ഇതിനുമ്പ് ഒരു കോഴ വിവാദം വന്നിരുന്നല്ലോ. അതിന്റെ 10 ഇരട്ടിയാണ് ഇപ്പം വന്നിരിക്കുന്ന വിവാദം. പക്ഷെ ആർക്കും അനക്കമില്ലല്ലോ, ആർക്കും പറയാൻ ധൈര്യമില്ല. ഇവിടെ പ്രവാചകനോട് പറഞ്ഞത് എന്താ? നീ പോയി പറയാനാ പറഞ്ഞത്. നീ ആരെ പേടിക്കേണ്ടെന്ന്, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്. ഇനി ഇത് പറയാൻ പറ്റുന്ന പ്രവാചകന്മാരെയാണ് സഭയ്ക്ക് ആവശ്യം. ധീരമായിട്ട് പറയാൻ പേടിക്കേണ്ടി വരും. കാരണം കഴുത്ത് കാണില്ല ചിലപ്പോ തലയിൽ. പക്ഷേ ദൈവം വിളിച്ച പ്രവാചകരോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ പോയി പറയും. ഈ ഭരണകർത്താക്ക് ഭരണമേറ്റപ്പോ 29 ബാറുകളെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 29 ബാറുകൾ. ഇപ്പൊ കൊടുക്കാൻ പോകുന്ന 801ാമത്തെ ബാറ. എന്ത് പറഞ്ഞാ ഭരണത്തിൽ കയറിയത്? മദ്യനിരോധനം. ഒരു തുള്ളി മദ്യം പോലും കുടിച്ചും കൂടുതൽ കൊടുക്കില്ല. ഇതങ്ങ് ഒഴുകുകയല്ലേ മദ്യത്തിന്റെ മറ്റു ലഹരിയുടെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ സമൂഹത്തിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങള് ഗുണ്ടായിസത്തെ ഹീറോയാക്കി വളർത്തിയിട്ട് ഭരണത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ലഹരി കടത്തുന്നത് എവിടെയാ? മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടിയിലാണെന്ന് പറയുന്നു. ആരായി ജയിലിനുള്ളിൽ ഈ ലഹരി കൊണ്ട് കൊടുക്കുന്നത്? അവിടെയുള്ള ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നു. ആവശ്യപ്പെട്ട കൊടുത്തില്ലെങ്കിൽ പിന്നെ അവന് തല കാണും, അവന് പേടിയാം. ഇതുപോലെ വ്യാപകമായി നമ്മുടെ സമൂഹം ഇതുപോലെ അധപ്പതിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: നല്ല മനുഷ്യന് നാക്കില്ലാത്തത് കൊണ്ട്, പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട്, തെറ്റാന്ന് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട്, അടിമത്തത്തിൽ കിടക്കുന്നവരെ ചൂണ്ടിക്കൊണ്ട് നീ അടിമത്തത്തിലാന്ന് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് ഈ കയറി കളിക്കുന്നത് മുഴുവൻ. കുറെ പേരെങ്കിലും ധൈര്യമായിട്ട് വരണ്ടേ മുമ്പോട്ട്? ആ കൂടെയാണ് സിനിമകളിൽ പണം മുടക്കുന്നവൻ അവന്റെ പിമ്പിലിരുന്നുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്നത് ഏതാ? നന്മയുടെ സംവിധാനങ്ങളെ പണം മുടക്കുന്നു, കോടികൾ മുടക്കിയിട്ട് എന്താ ചെയ്യുന്നത്? അവൻ സംവിധായകനോ രചകർത്താവനോ ഒക്കെ കൊടുക്കും. പിന്നെ അവനിൽ ആവിഷ്കരിക്കപ്പെടുന്ന സംഗതി എന്താണ്? നന്മ ചെയ്തു പോകുന്ന സമൂഹത്തെ ധാറടിക്കുകയും തകർക്കുകയും ചെയ്യാം. ആർക്കും ഒരു പ്രതികരണവും ഇല്ലല്ലോ. പ്രശസ്തനായ നടന്മാരുടെ വായിലൂടെ തിന്മ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നാടകങ്ങൾ ഇറങ്ങിയില്ലേ, കക്കുകളി പോലെയുള്ളത്? ആർക്കും ഒരു ഇളക്കവും വിഷമവും ഉണ്ടായില്ലല്ലോ. എന്തിനു വേണ്ടി ചെയ്തു? പക്ഷെ ഇതൊക്കെ വന്ന യഥാർത്ഥ എന്താണ്? അതെങ്കിലും കണ്ണു തുറക്കുന്നത് നല്ലതാ കേട്ടോ. ഇത് ദൈവത്തിന്റെ ജനമാം. നിങ്ങൾക്ക് തകർക്കാൻ പറ്റില്ല. ഇത് നരകവാലെ പ്രബലപ്പെടുകയില്ല. നല്ല ബോധ്യമുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പണിയൊക്കെ നടക്കില്ല മോനെ, ഇവിടെ നടക്കില്ല. കത്തോലിക്ക സഭയ്ക്ക് എതിരായ നീക്കം ദൈവം പരിപാലിക്കുന്ന സമൂഹമാം.